നമസ്കാരം. വേലിയിൽ കിടന്നതിനെ എടുത്ത് തോളത്തിട്ട സ്ഥിതിയിലായിരിക്കുകയാണ് റായ്ബറേലിയിലെ BJP. ഇടക്കാലത്ത് കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടിയെത്തിയ MLA ആണ് ഇപ്പോൾ തലവേദനയാകുന്നത്. മെയ് 20 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കോട്ടയായ റായ്ബറേലിയിലെ BJP സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗിനെതിരെ കാവി ക്യാമ്പിനുള്ളിൽ അതൃപ്തി പുകയുന്നതായി ഇതിനിടെ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. നിലവിൽ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് സിംഗ് മത്സരിക്കുന്നത്. BJP MLA അദിതി സിംഗിന്റെയും SP വിമത MLA മനോജ് കുമാർ പാണ്ഡെയുടെയും അപ്രതീക്ഷിത അസാന്നിധ്യത്തിൽ നിന്നാണ് അതൃപ്തി പ്രധാനമായും പ്രകടമാകുന്നത്. ദിനേശ് സിംഗിന്റെ പ്രചാരണത്തിൽ റായ്ബറേലി സദർ സീറ്റിൽ നിന്നുള്ള BJPയുടെ MLA അദിതി സിംഗ് ഇല്ലാത്തതിനാൽ റായ്ബറേലിയിലും പരിസരത്തും രാഷ്ട്രീയ വൃത്തങ്ങൾ അമ്പരന്നിരിക്കുകയാണ്. മുൻ കോൺഗ്രസുകാരിയായ അദിതി സിംഗ് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു. ദിനേശ് സിംഗ് സ്ഥാനാർത്ഥിയാകുന്നതുവരെ അവർ BJPയുടെ നിർണായക സ്വത്തായി കണക്കാക്കപ്പെട്ടിരുന്നു. റായ്ബറേലി മണ്ഡലത്തിൽ നിന്നുള്ള ദിനേശ് സിംഗിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള അദിതി സിംഗിന്റെ വിയോജിപ്പാണ് പ്രശ്നമായത്. റായ്ബറേലി സദർ സീറ്റിൽ മത്സരിച്ചപ്പോൾ ദിനേശ് സിംഗ് അദിതിയുടെ പിതാവായ അഖിലേഷ് സിംഗിനെ എതിർത്ത ചരിത്രമുണ്ട്. ഈ രണ്ട് കുടുംബങ്ങളും പ്രദേശത്ത് എതിരാളികൾ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. മെയ് 11 എക്സിൽ അദിതി സിംഗിന്റെ പോസ്റ്റ് ഏറെ ചർച്ചയായിരുന്നു. തന്റെ പിതാവിനൊപ്പമുള്ള ഒരു ചിത്രത്തിനൊപ്പം തത്വങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് എഴുതിയത് ഊഹാപോഹങ്ങൾക്ക് തുടക്കമിട്ടു. ഈ വർഷം ഫെബ്രുവരിയിൽ റായ്ബറേലിയിലെ ഉഞ്ചഹാർ സീറ്റിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടിയുടെ വിമത MLA മനോജ് പാണ്ഡെയും BJPയിലേക്ക് കൂറുമാറിയിരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ പിന്തുണച്ചായിരുന്നു കൂറുമാറ്റം. റായ്ബറേലിയിൽ നിന്ന് BJP ലോക്സഭാ ടിക്കറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പാണ്ഡെയും ദിനേശ് സിംഗിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തൃപ്തനല്ല. ഒരു പ്രമുഖ ബ്രാഹ്മണ നേതാവാണ് പാണ്ഡെ. റായ്ബറേലിയിലെ ജനസംഖ്യയുടെ 18% ഈ സമുദായമാണ്. 3 തവണ ഉഞ്ചഹാർ MLA ആയ പാണ്ഡെ 2012 മുതൽ 17 വരെ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി സർക്കാരിലെ ഒരു പ്രധാന ബ്രാഹ്മണ മുഖമായിരുന്നു. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ റായ്ബറേലി സന്ദർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BJP പാളയത്തിലെ ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഏറ്റെടുത്തു. മെയ് 12 നടന്ന ഒരു ക്ലോസ് ഡോർ മീറ്റിംഗിന് ശേഷം പാർട്ടി സ്ഥാനാർത്ഥി ദിനേശ് സിംഗിനൊപ്പം അമിത്ഷാ മനോജ് പാണ്ഡെയുടെ വസതി സന്ദർശിച്ചു. റായ്ബറേലിയിലെ GIC ഗ്രൗണ്ടിൽ ഷായുടെ പൊതുസമ്മേളനത്തിൽ അദിതി സിംഗ് പങ്കെടുത്തിരുന്നു. സ്റ്റേജിൽ ഇരുന്നെങ്കിലും അവർ സംസാരിച്ചില്ല. ആ സമ്മേളനത്തിൽ റായ്ബറേലിയെ സംബന്ധിച്ച് അദിതിയുടെ പ്രാധാന്യം ഷാ എടുത്തു പറയുകയും ചെയ്തു. ദിനേശ് പ്രതാപ് സിംഗ് ഉത്തർപ്രദേശ് സഹമന്ത്രിയും BJP നേതാവുമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച അദ്ദേഹം കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയോട് പരാജയപ്പെട്ടിരുന്നു. സിംഗും നേരത്തെ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. 2010 ആദ്യമായി കോൺഗ്രസിൽ നിന്നും 2016 രണ്ടാം തവണയും നിയമസഭാംഗമായ സിംഗ് 2018 കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. എന്തായാലും ഇടവിട്ട കാലങ്ങളിൽ BJPയിൽ ചേക്കേറിയ നേതാക്കൾ തമ്മിലുള്ള ശീതസമരം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള BJPയുടെ പോരാട്ടത്തിന്റെ ശോഭ കെടുത്തിയിരിക്കുകയാണ്. ഇത് രാഹുലിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കും. അതുകൊണ്ട് റായ്ബറേലിയിലെ ഭൂരിപക്ഷം എത്ര എന്ന കാര്യത്തിൽ മാത്രമാവും ഇനി ചർച്ചകൾ പുരോഗമിക്കുക.